ശ്രീമതി പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും നല്ല നിലയിൽ എല്ലാ കാലത്തും അംഗീകാരം കൊടുത്തിട്ടുള്ളൊരു വനിതാ നേതാവാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. എന്നിട്ടും എന്തുകൊണ്ടവർ തീരുമാനം എടുത്തുവെന്ന് എനിക്കറിയത്തില്ല. എടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ, പുറത്തു വരുന്ന വാർത്തകൾക്കനുസരിച്ച് എടുത്തിട്ടുണ്ട് എങ്കിൽ ED പേടിച്ചാകാനേ സാധ്യതയുള്ളൂ. കാരണം ED അവരുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തതായിട്ട് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP രാഷ്ട്രീയ എതിരാളികളെ ഓരോരുത്തരെയായി നിശബ്ദരാക്കുവാൻ ED പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുമ്പോൾ നിർഭയരായി നിൽക്കാൻ കഴിയുന്നവർ നിൽക്കും. അല്ലാത്തവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഉചിതമല്ല. അവർ പോകാൻ പാടില്ല എന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നിട്ട് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അർഹമായ പരിഗണന കിട്ടാത്ത വ്യക്തിയല്ല പത്മജ വേണുഗോപാൽ. സ്വാഭാവികമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ മറ്റ് BJP അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്ര കലുഷിതമായ സാഹചര്യത്തിൽ പോകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു എല്ലാ കാലത്തും കേരളത്തിൽ മതേതര നിലപാടുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ലീഡർ ശ്രീ K. കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകൾ അങ്ങനെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ്. കാരണം ഈ കേരളത്തിൻ്റെ മതേതരത്തിന് വേണ്ടി ഇത്രയും നിലകൊണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ പ്രഥമ സ്ഥാനത്തുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച നാൾ മുതൽ കോൺഗ്രസിൽ വിവിധ സ്ഥാനങ്ങൾ, കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ സർക്കാർ സംവിധാനം ഒക്കെ കൊടുത്ത് എല്ലാ കാലത്തും ലീഡറുടെ മകൾ എന്ന രീതിയിൽ തന്നെ ഞാൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് എല്ലാവരും, നേതാക്കന്മാരും പ്രവർത്തകരും അവരെ കണ്ടിട്ടുള്ളത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അവർ പോകാൻ സാധ്യതയില്ല. K. കരുണാകരൻ്റെ മകളാണ് അവർ. പ്രതീക്ഷയോടെ നിൽക്കുന്നു. പോകരുത്, ഇതിലൊന്നും വീഴരുത് എന്ന്.